പട്ടിണി മരണത്തിന്റെ വക്കിൽ ഇറാൻ. കടുത്ത ധനപ്രതിസന്ധിയും കടുത്ത ദാരിദ്ര്യവും ഇറാനെ പിടിമുറക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ഭക്ഷണ സാധനവും കുടിവെള്ളവും കിട്ടാതെ നെട്ടോട്ടമോടുകയാണ് ഇറാനിലെ ജനത. ദിവസങ്ങൾക്ക് മുൻപാണ് പണപ്പെരുപ്പം മൂലം, കടുത്ത വിലക്കയറ്റം മൂലം കടകമ്പോളങ്ങൾ അടച്ച് വ്യാപാരികളും വ്യവസായികളും പ്രതിഷേധം ആരംഭിച്ചത്. പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ഈ ഇറാനിൽ നടന്ന ഈ പ്രതിഷേധത്തിന്റെ ഒപ്പം ചേരുകയായിരുന്നു. ഇത് വലിയ കലാപമായി ഇറാനിൽ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കലാപത്തെ നിയന്ത്രിക്കാനോ ഈ കലാപത്തെ പരിഹരിക്കാനോ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപം അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ച് വലിയ അക്രമത്തിലേക്ക് വഴിമാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തെരുവുകളിൽ ഇറാൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന ഇറാനിലെ പ്രദേശവാസികൾ, ഇറാൻ സൈന്യമാകട്ടെ സംഘർഷം നടത്തുന്ന പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുന്ന കാഴ്ച, പലയിടത്തും സ്ഫോടനങ്ങളും തീവയ്പും വലിയ സംഘർഷങ്ങളും അരങ്ങേറി. ഇറാൻ സൈന്യത്തിലെ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ഇതിന്റെ ഫലമായി സൈന്യം പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം. നിരവധി പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇറാനിലെ ഭരണം പോകുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുടിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇറാൻ ഭരണം മാറുകയാണ്. ഇറാന്റെ തെരുവുകളിൽ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഭരണത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ രാജി ആവശ്യപ്പെടുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ വിട്ടു പോകണമെന്ന പ്രക്ഷോഭകാരികൾ നിരന്തരമായി മുദ്രാവാക്യം മുഴക്കുന്നു. ആയത്തുള്ള അലി ഖമേനി ഒന്നുകിൽ രാജ്യം വിട്ടു പോവുക, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയെ തൂക്കിലേറ്റുക. ഇതാണ് പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷോഭത്തിനും വലിയ പ്രതിഷേധത്തിനുമാണ് ഇപ്പോൾ വേദിയാകുന്നത്. അടുത്ത ഊർജ്ജ പ്രതിസന്ധി ഇറാനിൽ നേരിടുന്നു. അതിനൊപ്പം തന്നെ കനത്ത പണപ്പെരുപ്പം, വിലക്കയറ്റം പിടിച്ചു കഴിയുന്നില്ല. ഓരോ ദിവസങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വില 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, 40% പണപ്പെരുപ്പമാണ് ഡിസംബർ മാസത്തിൽ മാത്രം ഇറാന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. ഒരു അമേരിക്കൻ ഡോളറിന് 1.42 മില്യൺ ഇറാൻ റിയാൽ എന്ന നിരക്കിലാണ് വിനിമയ നിരക്ക്. അതായത് $1 ലഭിക്കണമെങ്കിൽ 1.42 മില്യൺ ഇറാൻ റിയാൽ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇറാൻ എന്ന രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു. ഒരു കാലത്ത് എണ്ണ വിറ്റ പണം കൊണ്ട് അഹങ്കരിച്ച ഇറാൻ എന്ന രാജ്യം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഇളിഭ്യരായിരിക്കുന്നു, ലോകത്തിന് മുന്നിൽ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. എണ്ണ വിട്ട പണം കൊണ്ട് ലോകത്ത് തന്നെ ഇസ്ലാമിക ഭീകരതയെ വളർത്തിയ ഒരു രാജ്യം, ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക്, അത് ഹമാസ് ആയാലും ഹൂതികളായാലും ഹിസ്ബുള്ളയായാലും സിറിയയിലെ നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളായാലും, ആ ഇസ്ലാമിക ഭീകരന്മാർക്കെല്ലാം തന്നെ ആയുധങ്ങളും മയക്കുമരുന്നുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും നൽകി ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാനും ലോകത്തെ മുഴുവൻ ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനും ആഗ്രഹിച്ച ഒരു ഭരണകൂടത്തിൻ്റെ ചരിത്രപരമായ നിലംപതിക്കലാണ് ഇറാന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഇറാൻ പട്ടിണി മരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇറാന്റെ ഈ ഗതികേടിനെ ഒരു കൈത്താങ്ങ് നൽകാൻ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു അറബ് രാജ്യങ്ങളും ഇറാനെ സഹായിക്കാനായി രംഗത്തേക്ക് വരുന്നില്ല. ഒരു ഇസ്ലാമിക ഭരണകൂടവും ഇറാന്റെ സഹായത്തിനായി ചെറുവിരൽ അനക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാൻ എന്ന രാജ്യം ഇങ്ങനെ നരകിച്ച് തീരട്ടെ എന്നാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ചിന്തിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഇറാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ ആ ദ്രോഹങ്ങൾക്ക്, ആ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. എന്തായാലും ലോകത്തിന് മുന്നിൽ അപഹാസ്യരായി മാറുന്ന ഇറാന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ മുഴുവൻ വിറപ്പിക്കുമെന്ന് വിരളി പിടിച്ചുകൊണ്ട് വെല്ലുവിളിച്ചിരുന്ന ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും ഒക്കെ തൻ്റെ രാജ്യത്ത് നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഈ പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ, ഈ പ്രക്ഷോഭങ്ങളെ മയപ്പെടുത്താൻ കഴിയാതെ, ഈ പ്രക്ഷോഭങ്ങളെ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ കഴിയാതെ
അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാൻ ഭരണകൂടം എങ്ങനെയാണ് ഈ പ്രക്ഷോഭങ്ങളെ അമർ ചെയ്യുന്നത് എന്ന് ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇറാന് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നു. വലിയ സംഘർഷത്തിലേക്ക്, വലിയ ജനകീയ കലാപത്തിലേക്ക്, വലിയ രാഷ്ട്രീയ അട്ടിമറിയിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ഇറാനിലെ ജനങ്ങൾ തെരുവുകളിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. സൈന്യത്തിന് നേരെ അവർ വലിയ സംഘർഷം നടത്തുന്നു. സൈന്യമാകട്ടെ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുകയാണ്. സ്വന്തം ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ഇറാനിലെ സർക്കാരും ഇറാനിലെ സൈന്യവും എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. നിലവിൽ അമേരിക്കയുമായും ഇസ്രായേലുമായും കടുത്ത ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാന് കടുത്ത മുന്നറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നൽകിയത്. ആണവ പരീക്ഷണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും അടിയന്തരമായി നിർത്തിവച്ചില്ലെങ്കിൽ പുതുവർഷത്തിൽ ഇറാനിലേക്ക് ഒരാക്രമണത്തിന് മടിക്കില്ല എന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ മുന്നറിയിപ്പ്. അതിനു പിന്നാലെ അമേരിക്കയും ഇതേ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിൽ ആഭ്യന്തര കലഹം ഇത്രത്തോളം രൂക്ഷമായി മാറിയിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധഭീഷണി, മറുഭാഗത്ത് ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര കലാപവും. ഒരു രാജ്യത്തിന് നേരിടാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. ഇറാന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇസ്ലാമിക തീവ്രവാദ ഭരണകൂടമാണ് എന്ന് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പറയുന്നു. ഇറാൻ തന്നെ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട്, ഇറാനിലെ ജനത തന്നെ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മതഭരണകൂടം ഞങ്ങൾക്ക് വേണ്ട, ഈ ശരീഅത്ത് ഭരണകൂടം ഞങ്ങൾക്ക് വേണ്ട, ഈ ഇസ്ലാമിക ഭരണകൂടം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം മതി. ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കൂ, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയെ തൂക്കിലേറ്റു എന്ന് ഇറാൻ ജനത വിളിച്ചു പറയുകയാണ്. പച്ചയ്ക്ക് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ ആവശ്യപ്പെടുകയാണ് ഇറാനിലെ ജനത. ആ മസൂദ് പെഷസ്കിയാൻ എന്ന പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും അല്ലെങ്കിൽ വധിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഇറാൻ ജനതയാണ് ഇപ്പോൾ പുറം ലോകത്ത് കാഴ്ച. നിലവിൽ അമേരിക്കയുമായും ഇസ്രായേലുമായും കടുത്ത ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാന് കടുത്ത മുന്നറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നൽകിയത്. ആണവ പരീക്ഷണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും അടിയന്തരമായി നിർത്തിവച്ചില്ലെങ്കിൽ പുതുവർഷത്തിൽ ഇറാനിലേക്ക് ഒരാക്രമണത്തിന് മടിക്കില്ല എന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ മുന്നറിയിപ്പ്. അതിനു പിന്നാലെ അമേരിക്കയും ഇതേ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിൽ ആഭ്യന്തര കലഹം ഇത്രത്തോളം രൂക്ഷമായി മാറിയിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധഭീഷണി, മറുഭാഗത്ത് ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര കലാപവും. ഒരു രാജ്യത്തിന് നേരിടാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്.